ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാവ് പുളിപ്പിക്കാൻ വെക്കുക പൊങ്ങാൻ വെക്കുക ഒന്നും ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡയോ ഇനോയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പഞ്ഞി പോലുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പാക്കറ്റ് ആട്ടപ്പൊടി ഉണ്ടല്ലോ, അത് ഇതാ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്നത് എല്ലാം ഒരേ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടി എടുക്കുമ്പോൾ നിങ്ങളൊരു ഗ്ലാസ്സിൽ എന്തിലെങ്കിലും ഒന്ന് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് അളവുകൾ ശരിയാവുള്ളൂ. നമുക്ക് ചോറും മറ്റുള്ളതൊക്കെ കൂടി പോയാലും നമ്മുടെ അപ്പം റെഡി ആവാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ആട്ടപ്പൊടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് ഈ ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് 1/2 കപ്പ് തേങ്ങ തന്നെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി വേണമെങ്കിൽ കൂട്ടിയിട്ട് എടുക്കാം, പക്ഷെ കുറയ്ക്കണ്ട കേട്ടോ, കുറച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 1/4 കപ്പ് ചോറാണ്. ചോറിൻ്റെ അളവ് കൂടി പോവണ്ട. പിന്നെ 1/4 കപ്പിലും ഒത്തിരി അങ്ങോട്ട് കുറഞ്ഞു പോവണ്ട കേട്ടോ. 1/4 കപ്പ് ചോറെടുക്കുക. നമ്മൾ എടുത്ത ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി. പിന്നെ നമ്മൾ പൊടി എടുത്തിട്ടുള്ള ആ സെയിം കപ്പ് തന്നെ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 തവണ 3 തവണ ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒറ്റയടിക്കാണ്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നിങ്ങളെടുത്ത പൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് വെള്ളത്തിൻ്റെ അളവ്. ഇപ്പം ഞാൻ എടുത്ത വെള്ളം ആയിരിക്കില്ല നിങ്ങളെടുത്ത പൊടിക്ക് വേണ്ടി വരിക കേട്ടോ. അപ്പം ഈ ഒരു പൊടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാനിതാ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 2 തവണക്കായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണം. അപ്പം മിക്സിയിൽ ഇടാൻ പാകത്തിന് ഒന്ന് വെള്ളമാക്കി കൊടുക്കുക. ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കരുതേ. അപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൽ ഇത്രയും വെള്ളം ഞാൻ ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം വെച്ചിട്ട് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ 2 ടീസ്പൂൺ വെള്ളം, നമ്മൾ ആ ബാലൻസ് വന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കറക്കിയതിൻ്റെ ശേഷം അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി മിക്സ് ചെയ്തിട്ടുള്ള ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ മാറ്റുകയാണ് കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ വടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടോ നോക്കുക. കൂടുതലാണെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 2 ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക, കുഴപ്പമില്ല കേട്ടോ. കാരണം മാവ് നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഞാനിത് 2 ടീസ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ മാവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളവും മാവും തമ്മിലൊന്ന് മിക്സ് ആവണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചേർക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്താലൊരു ടേസ്റ്റാണ് നമ്മുടെ അപ്പത്തിന്, നല്ലൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഒരു മാവ്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കാം. നമ്മൾ അരച്ച പാടല്ല, ഒരു അരമണിക്കൂർ ഒന്ന് മൂടി ഇരുന്നോട്ടെ. അതെല്ലാം നിങ്ങൾക്ക് ഇത് വെക്കാനുള്ള ടൈമില്ല എന്നാണെങ്കിൽ ഇത് അരച്ച ഉടനെ തന്നെ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ. അരച്ച ഉടനെ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഒത്തിരി ഇടണ്ട. നമ്മൾ വിരൽ വെച്ച് നുള്ളിയിട്ട് 2 നുള്ളിട്ട് കൊടുത്താൽ മതി. ഏറിപ്പോവരുത് കേട്ടോ, അതിൻ്റെ ഒരു കുത്തലും ചുവയൊക്കെ വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ 25 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ സമയം നോക്കിയപ്പോൾ 25 മിനിറ്റ് ആട്ടോ ആയിട്ടുള്ളത്. അതിനുശേഷം പാന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൻ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഹോൾസ് എല്ലാം വന്ന് കംപ്ലീറ്റ് ആയ ശേഷം മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് മതിയിട്ട് നമുക്ക് ഒത്തിരി സമയം ഇട്ടിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് അടിഭാഗമൊക്കെ കരിഞ്ഞു പോവുള്ളൂ. അതുപോലെ തന്നെ ബബിൾസൊക്കെ വന്ന് കണ്ട ഈ ഒരു ഹോൾസൊക്കെ വന്ന് നിറഞ്ഞ ശേഷം മാത്രമേ ഈ മൂടി വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ
എന്താ പറയുക വേവാത്ത പോലെ കിട്ടുള്ളൂ. കണ്ട നല്ല ഹോൾസൊക്കെ വന്ന് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം മാവ് നന്നായിട്ട് അരിഞ്ഞ് തന്നെ കിട്ടണം കേട്ടോ. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും ഹോൾസ് വരില്ല, കാരണം നമ്മൾ ഈസ്റ്റും ഒന്നും ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ആ ഹോൾസ് എല്ലാം കംപ്ലീറ്റ് വരും. അത് വന്നതിന് ശേഷം മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, ഒത്തിരി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ ബാക്കി മുഴുവനും ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നമ്മുടെ അപ്പം അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളിത് വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോവല്ലേ. കണ്ടല്ലോ നമ്മുടെ ഗോതമ്പ് പൊടി ആട്ടപ്പൊടി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ആട്ടപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പഞ്ഞി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾസൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയും സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആട്ടപ്പൊടി വെച്ചിട്ട് ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ റെസിപ്പിയും ദോശയുടെ റെസിപ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഡെയിലി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ അരച്ച് വെക്കാനൊന്നുമില്ല, അതുപോലെ മാവ് പൊങ്ങാൻ വെക്കേണ്ട ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ അരച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അപ്പാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവരും കൂടെ കാണുമ്പോഴാണ് അവർക്കും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ റെസിപ്പികളെ കുറിച്ച് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ ഓരോരുത്തരും നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ ദോശയുടെ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അവർ നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.